കഴിഞ്ഞ ദിവസം നടന്ന പ്രീമിയർ ലീഗ് മത്സരത്തിൽ ന്യൂകാസിലിന് എതിരില്ലാത്ത 2 ഗോളുകൾക്ക് കീഴടക്കിയ ലിവർപൂൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോൾ കിരീടത്തിനരികിൽ. സ്പോർട്ട് കിക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ന്യൂകാസിലിനെ 2-0 തകർത്ത ലിവർപൂൾ ഒന്നാം സ്ഥാനത്ത് ലീഡ് 13 പോയിന്റാക്കി ഉയർത്തി. 2ഉം 3ഉം സ്ഥാനങ്ങളിലുള്ള ആഴ്സണലും നോട്ടിംഗ്ഹാം ഫോറസ്റ്റും പരസ്പരം ഗോൾ രഹിത സമനില വഴങ്ങിയതും ലിവർപൂളിന് നേട്ടമായി. ഒന്നാം സ്ഥാനത്തുള്ള ലിവർപൂളിന് 28 കളികളിൽ നിന്ന് 67 പോയിന്റും, രണ്ടാം സ്ഥാനത്തുള്ള ആഴ്സണൽ 27 കളിൽ നിന്ന് 54 പോയിന്റും, മൂന്നാം സ്ഥാനത്തുള്ള നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന് 27 കളികളിൽ നിന്ന് 48 പോയിന്റുമാണ് ഉള്ളത്. ഒന്നാം പകുതിയിൽ ഡൊമിനിക് സൊബേഴ്സ്ലെയും ഇടവേളയ്ക്ക് ശേഷം അലക്സിസ് മക്കാലിസ്റ്ററുമാണ് ന്യൂകാസിലിനെതിരെ ലിവർപൂളിന്റെ ഗോളുകൾ നേടിയത്. ജയത്തോടെ 28 കളികളിൽ 67 പോയിന്റുമായി രണ്ടാമതുള്ള ആഴ്സണലിനുമേൽ 13 പോയിന്റ് ലീഡിലാണ് ലിവർപൂൾ. 10 കളികൾ അവശേഷിക്കെ 2020 ശേഷം ആദ്യ കിരീടമാണ് ആർനെ സ്ലോട്ടിന്റെ ടീമിനെ കാത്തിരിക്കുന്നത്. ചാമ്പ്യന്മാരായാൽ ലിവർപൂൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ 20 കിരീടമെന്ന റെക്കോർഡിനൊപ്പമെത്തും. മാഞ്ചസ്റ്റർ സിറ്റി പരിശീലകൻ പെപ് ഗാർഡിയോള പറഞ്ഞതുപോലെ ഇത്തവണ ലിവർപൂളിന് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടം നഷ്ടപ്പെടണമെങ്കിൽ അവർ തന്നെ വിചാരിക്കും. PSG-ക്കെതിരെയുള്ള ചാമ്പ്യൻസ് ലീഗ് റൗണ്ട് 16 മത്സരങ്ങളും ന്യൂകാസിലിനെതിരെയുള്ള EFL കപ്പ് ഫൈനലുമാണ് തങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെന്ന് ലിവർപൂൾ കോച്ച് ആർനെ സ്ലോട്ട് അറിയിച്ചത്. ഫുട്ബോൾ ലോകത്തെ പുതിയൊരു വിശേഷമായി വീണ്ടും കാണാം.